വന്നാൽ എന്ന മാനസികാരോഗ്യ ചർച്ചയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പതിവ് പോലെ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് വിൻസേഷൻ സഭാംഗവും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുമായ സിസ്റ്റർ ഡോക്ടർ ഡോണ തോട്ടത്തിലാണ്. സിസ്റ്ററെ ഏറെ സ്നേഹത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം സിസ്റ്റർ. സിസ്റ്റർ, മാനസികാരോഗ്യവും നമ്മുടെ ജോലിയും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ടല്ലോ. ഏത് തരം ജോലിയാണ് നമുക്ക് ഒരു മാനസികാരോഗ്യം നൽകുന്നത്, ഒരു സന്തോഷം നൽകുന്നത്? തീർച്ചയായിട്ടും നമുക്ക് ഒരു ജോലി ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോൾ ഒരു ഇൻസെൻറ്റീവ് കിട്ടുന്നു, അല്ലെങ്കിൽ നമ്മുടെ നിത്യ ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാകുന്നു എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഒരു പരിപൂർണത നമുക്ക് തരുന്നതാണ് ഈ ജോബ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജോലി എന്ന് പറയുന്ന ഒരു കാര്യം. ഇപ്പം നമുക്കറിയാം, ചില തമാശയ്ക്കാണെങ്കിലും പറയും ഒരു ജോലി കിട്ടിയിട്ട് വേണം ലീവ് എടുക്കാൻ എന്ന് പറയും. പക്ഷെ നമ്മളൊന്ന് ഓർത്ത് നോക്കിക്കേ, നമ്മൾ ചുമ്മാതിരിക്കുന്നൊരു കാലഘട്ടം, അതായത് ജോലിയൊന്നും ചെയ്യേണ്ട, ഉപജീവന മാർഗത്തിന് വേണ്ടിയിട്ട് മറ്റു പല സോഴ്സുകളും നമുക്കുണ്ട്, ഫിനാൻഷ്യലായിട്ട് നമുക്ക് സപ്പോർട്ടുണ്ട്, ബാക്കി എന്തൊക്കെ ഉണ്ടെങ്കിലും ഒരു കാര്യവും ചെയ്യാതെ, ഒരു റെസ്പോൺസിബിലിറ്റിയും ഇല്ലാതെ നമ്മളിരിക്കുന്ന ഒരു കാര്യം ഓർത്ത് നോക്കിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു ബോറടി ആയിരിക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും, ജോലി എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി, അതായത് നമ്മൾ ഇൻവോൾവ് ആകുന്ന, നമ്മളെ കൂടുതലും ഒന്ന് വ്യാപൃതരാക്കുന്ന ഒരു സംവിധാനം. ഈ ഒരു സംവിധാനം മാനസികമായിട്ട് നമുക്ക് നല്ലൊരു സന്തുലിതാവസ്ഥയും അതുപോലെ മാനസിക സമ്മർദ്ദങ്ങളെ കുറയ്ക്കുന്നു എന്നുള്ളതാണ് പഠനങ്ങൾ വെളിപ്പെടുത്തുന്നത്. അപ്പോൾ അവിടെ രണ്ട് ഡയമെൻഷനിൽ അതിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. കാരണം ജോലിയുടെ സമ്മർദ്ദം കൂടുമ്പോൾ അത് ജീവിത സമ്മർദ്ദമായിട്ട് വരികയും അത് മാനസികമായിട്ടുള്ള പല ബുദ്ധിമുട്ടുകളിലേക്കും കൊണ്ടുപോകുന്നതായിട്ടും സ്റ്റഡീസ് കാണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ജോലി ഇല്ലാതെ ഇരിക്കുന്ന അവസ്ഥയിലും ഇതേപോലെ മാനസികമായിട്ടുള്ളൊരു സംഘർഷത്തിലേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ജോലി സ്ഥലങ്ങളിലെ ഈ സമ്മർദ്ദങ്ങൾ ആത്മഹത്യയിലേക്ക് വരെ കാരണമാകുന്ന നമുക്ക് കാണുന്നുണ്ട്. ഇങ്ങനെയുള്ള ഏതെങ്കിലും കേസസ്? തീർച്ചയായിട്ടും റീസെൻ്റ് ആയിട്ടുള്ള ഒത്തിരി സ്റ്റഡീസ് അല്ലെങ്കിൽ ഒത്തിരി സംഭവങ്ങൾ നമ്മൾ നമ്മുടെ ആനുകാലിക കാരണങ്ങളുമായിട്ട് കാണുന്നുണ്ട്. ഇതിനകത്ത് ഞാൻ നമ്മുടെ ഇടയ്ക്കിൽ വന്നൊരു കേസ് നമ്മൾ ഓർത്തു പോവുകയാണ്. ഏകദേശം ഒരു 50 വയസ്സോളം പ്രായമുള്ള 50 years old ആയിട്ടുള്ള ഒരു കുടുംബനാഥൻ, പുള്ളി കൺസ്ട്രക്ഷൻ ഫീൽഡിലാണ് ജോലി ചെയ്യുന്നത്. ഒരു ആത്മഹത്യ പ്രവണത, അല്ലെങ്കിൽ ഒരു ആത്മഹത്യക്ക് ശ്രമിച്ചു. അപ്പോൾ അതിൻ്റെ പേരിൽ ഹോസ്പിറ്റലൈസ്ഡ് കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ അടുക്കൽ വരുന്നത്. അപ്പോൾ വരുന്ന ഒരു സമയത്ത് തന്നെ പറഞ്ഞു, സിസ്റ്റർ, ഒരിക്കലും ഒരു ആത്മഹത്യയെക്കുറിച്ച് പ്രതീക്ഷിച്ചിരുന്ന ഒരാളോ ചിന്തിച്ചിരുന്ന ഒരാളോ അല്ല ഞാൻ. മറ്റുള്ളവർ ആത്മഹത്യ ചെയ്യുന്നു എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് അവരോടൊക്കെ ഒരു പുച്ഛമായിരുന്നു, അല്ലെങ്കിൽ എന്തിനവരങ്ങനെയൊക്കെ ചെയ്യുന്നോ, അതിൽ നിന്നൊക്കെ ഒന്ന് ഒഴിഞ്ഞു മാറിയാൽ പോരെ, ഒളിച്ചോടിയാൽ പോരെ എന്ന് ചിന്തിച്ചിരുന്നൊരു ഞാൻ തന്നെ എങ്ങനെ ഒരു ആത്മഹത്യ ഇതുപോലെ ഒരു പ്രവണതയിലേക്ക് ഞാൻ വന്നു എന്നെനിക്കറിയില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മൾ കേസ് ഹിസ്റ്ററി നമ്മൾ നോക്കിക്കഴിയുമ്പോഴത്തേക്ക്, ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്കാണ് മനസ്സിലായത്, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ആ ഒരു ജോബിൽ നിന്നാണ്, ഒരു ജോലിയിൽ നിന്നാണ് കുടുംബം മുഴുവൻ പുലർന്നുകൊണ്ട് പോകുന്നത്. അപ്പോൾ കുടുംബം പുലർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഇദ്ദേഹത്തിനൊരു ജോലിയിൽ ഒരു ദിവസം ലീവ് എടുക്കാനോ അല്ലോ വിശ്രമിക്കാനോ ഒന്നും സാധ്യതകളില്ലായിരുന്നു. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഫിസിക്കലി ടയേർഡാണ് ആൾ. ഇത് ഒന്നാമത്തെ ഒരു വസ്തുതയാണ്. പിന്നീട് നമുക്കറിയാം, ഈ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ഏരിയയിലൊക്കെ വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരൊരു ടൈം സ്പാൻ ഉണ്ടാകും, ഡ്യൂ ടൈംസ് ഉണ്ടാകും. അപ്പം ഇന്നൊരു സമയം കൊണ്ട് ഇത് തീർത്തു കൊടുക്കണം, എങ്കിലേ അടുത്തൊരു കാര്യം ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ രണ്ടുപേര് തമ്മിലുള്ള ഒരു കരാറിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ ആയിരിക്കും ജോലി തുടങ്ങുന്നത്. പക്ഷേ ഇദ്ദേഹത്തിന് ആ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ആ ജോലി തീർക്കാനായിട്ട് സാധിക്കുന്നില്ല. അപ്പം അതിലുണ്ടായേക്കുന്നൊരു സ്ട്രെസ്സ്, പിന്നീട് അദ്ദേഹം പറഞ്ഞത് കുടുംബത്തിലുണ്ടായ പ്രശ്നങ്ങൾ, അതായത് ഒരു അദ്ദേഹത്തിൻ്റെ മോളെ പഠിക്കാനായിട്ട് വിട്ടു. അപ്പോൾ ഒത്തിരി ലോണും കാര്യങ്ങളൊക്കെ എടുത്താണ് പഠിക്കാനായിട്ട് വിട്ടത്. പക്ഷേ അവിടെ വെച്ച് ആ പെൺകുട്ടി വേണ്ട രീതിയിൽ പഠിക്കുന്നില്ല. അപ്പം തോൽവി സംഭവിച്ചു, വീട്ടിൽ വന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഭാര്യയുടെ ഭാഗത്തുനിന്ന് വേണ്ട രീതിയിലൊരു സപ്പോർട്ട് ലഭിക്കുന്നില്ല. ഇപ്പോൾ കുടുംബത്തിലൊരു വഴക്ക് കാര്യങ്ങൾ, ഇപ്പോൾ സാമ്പത്തികമായിട്ടും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഫിസിക്കലി ടയേർഡാണ്, മെൻ്റലി സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഒരു സംവിധാനത്തിലല്ല അദ്ദേഹമായിരിക്കുന്നത്. ഫിനാൻഷ്യലി ക്രൈസിസ് ഉണ്ട്, സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് സന്തോഷം നൽകുന്നതായിട്ടുള്ള
ഒരു കാരണങ്ങളും ആ ഒരു സമയത്ത്, ഇപ്പം നമ്മൾ ഇതിനു മുൻപുള്ള എപ്പിസോഡുകളിൽ നമ്മൾ പറഞ്ഞു നല്ല ബന്ധങ്ങൾ, നമുക്ക് ഊഷ്മളമായ ബന്ധങ്ങൾ നമ്മുടെ മാനസിക സമ്മർദ്ദത്തെ കുറയ്ക്കുമെന്ന് പറഞ്ഞു. അപ്പം നല്ല കൂട്ടുകെട്ടുകൾ ഇല്ലാതെയായിപ്പോയി, അല്ലെങ്കിൽ ആ ഒരു കൂട്ടുചേരാനുള്ളൊരു സമയം ഇല്ലാതെയായിപ്പോയി. അപ്പം ഇതൊക്കെയാണ് അദ്ദേഹത്തെ ഈ ഒരു ആത്മഹത്യയിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ അദ്ദേഹം നോക്കിയപ്പോഴത്തേക്കും അയാൾ പറഞ്ഞു, ഒത്തിരി നാൾ ഞാൻ ചിന്തിക്കുന്നൊന്നുമില്ല, പക്ഷെ ഒരു ദിവസം ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഓർത്തു, എൻ്റെ ഈ എല്ലാ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും അവസാനിപ്പിക്കണമെങ്കിൽ ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ, ആത്മഹത്യയിലേക്ക് പോവുക. അപ്പോൾ ആ ഒരു സമയത്ത് ആരോടും ഇത് പറയാനില്ല, ആരും കേൾക്കാനില്ല. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ആക്റ്റീവ് ലിസണിങ് പാർട്ട്നേഴ്സ് ഒന്നും ഇല്ല. ഇതെല്ലാം ഒരു ആത്മഹത്യയിലേക്ക് നയിക്കുന്നുണ്ട്. അപ്പം നമ്മൾ പ്രത്യേകമായിട്ട് ഓർക്കേണ്ട ഒരു കാര്യമാണ്, ജോബ് സ്ട്രെസ് കൂടുമ്പോൾ, അമിതമായിട്ടുള്ളൊരു ജോലി ഭാരം ഉണ്ടാകുമ്പോൾ അത് ഈ ഒരു കാലയളവിൽ പലരെയും ആത്മഹത്യയുടെ പ്രവണതയിലേക്കും ആത്മഹത്യയിലേക്കൊക്കെ നയിക്കുന്നുണ്ട് എന്നൊരു കാര്യം. ഈ ജോലി ഭാരത്തെ കുറിച്ച് പറയുന്നത് പോലെ തന്നെ പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഇടയിലാണ് കണ്ടുവരുന്നത്. അതായത് വീട്ടിലിരിക്കേണ്ട ഒരു അവസ്ഥ, അതായത് വെൽ ക്വാളിഫൈഡ് ആയിരിക്കും, പക്ഷെ വീട്ടിലിരിക്കേണ്ടി വരിക, മക്കളെ നോക്കിയിരിക്കേണ്ടി വരിക, അങ്ങനെ ജോലിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയും ഒരു സമ്മർദ്ദം തന്നെയല്ലേ? തീർച്ചയായിട്ടും. ഇപ്പോൾ ചിലരെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നമ്മൾ പറയുന്നത് നമ്മളുടെ ജോലിയുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ സ്കിൽ അതിൻ്റെ അകത്തൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് നമ്മൾക്കിത് ചെയ്യാനുള്ള ഒരു നിപുണത, ക്വാളിഫിക്കേഷൻ, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചൊരു കാര്യത്തോടുള്ള നമ്മുടെ ഒരു അഭിരുചി, ആപ്റ്റിറ്റ്യൂഡ്, ഇതെല്ലാം ക്രോഡീകരിക്കപ്പെട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു ജോലി ചെയ്യണമെന്നോർത്ത് നമ്മൾ പഠിക്കുന്നു, വിദ്യാഭ്യാസ സമ്പ്രദായത്തിലുള്ള ക്വാളിഫിക്കേഷൻ കാര്യങ്ങളെല്ലാം നമ്മൾ കരസ്ഥമാക്കി, പക്ഷേ മറ്റുള്ളവർക്ക് വേണ്ടിയോ അല്ലെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലമോ ഒരു ജോലി ചെയ്യാനായിട്ട് പോകാൻ സാധിക്കുന്നില്ല. പാഷനേറ്റ് ആയിട്ടുള്ളൊരു ജോലി ചെയ്യാൻ സാധിക്കാത്തതും പലതരത്തിലുള്ള സമ്മർദ്ദങ്ങളിലേക്ക് ഒരാളെ നയിക്കുന്നൊരു വസ്തുത തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ഇപ്പോഴൊക്കെ കുറച്ചും കൂടി കൂടുതൽ സ്ത്രീകളാണെങ്കിലും ജോലിക്ക് പോകാനായിട്ട് തുടങ്ങി. ഇപ്പോൾ വർക്കിംഗ് വിമൻ ഒരു സംസ്കാരം തന്നെ നമുക്ക് വന്നു. പക്ഷേ ഇവിടെയും പലരും ഇതേപോലെ പ്രശ്നം ഉണ്ടാകുന്നവരുണ്ട്. ഇപ്പം എനിക്കറിയാം, നമ്മുടെ ഇടയ്ക്കിൽ വന്നൊരു ക്ലയൻറ്റ് ക്വാളിഫൈഡ് ആണ്, മെക്കാനിക്കൽ എഞ്ചിനീയറാണ്, ജോലി ചെയ്യണമെന്ന് തന്നെയായിരുന്നു താല്പര്യം. ഈവൻ ഫിനാൻഷ്യലി ഹസ്ബൻഡ് വീട്ടുകാരും സപ്പോർട്ട് ചെയ്യുന്നു എങ്കിൽ പോലും ഇവർക്ക് അവരുടെ ഒരു ജോലിയോടുള്ളൊരു പാഷൻ വളരെ കൂടുതലായിരുന്നു. പക്ഷേ ജോലിക്ക് പോകേണ്ട, ജോലി ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് തൊട്ട് പുള്ളിക്കാരത്തി ഭയങ്കര ഡെസ്പായി. നമ്മൾ പറയുന്ന ഒരു സോ കോൾഡ് വളരെ ഒരു സങ്കടത്തിലേക്ക് വരികയാണ്. പിന്നീട് ആ സങ്കടം പതുക്കെ റിബലിസമായിട്ട് മാറുകയാണ്. അതായത് മറ്റുള്ളവരോടൊക്കെ ഒരു റെസ്പെക്റ്റ് ഇല്ലാത്തൊരു രീതിയിലേക്ക് വരികയാണ്. അപ്പോൾ പിന്നീട് പ്രശ്നങ്ങളായി വന്നു കഴിയുമ്പോഴാണ് നമ്മളിതിൻ്റെ കാരണങ്ങൾ ചോദിക്കുമ്പോൾ, കാരണങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണ്? അവരാഗ്രഹിക്കുന്ന പോലെ ഒരു ജോലി ചെയ്യാൻ പോകാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം മാനസികമായിട്ടുള്ള നമ്മുടെ ആരോഗ്യത്തെ സാരമായിട്ട് ബാധിക്കുന്നുണ്ട്. പിന്നെ ഇതുപോലെ തന്നെയാണ്, അതായത് നമുക്കൊരു ജോലി അല്ലെങ്കിൽ നമ്മൾ ഭാവിയിൽ എന്താകണം എന്നുള്ളത് നമ്മൾ പെട്ടെന്ന് എടുക്കുന്ന തീരുമാനമല്ല. കുറേ വർഷങ്ങൾ ചെറുപ്പത്തിലേ മുതൽ നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മുടെ ഒരു ജോലി മേഖല അല്ലെ തൊഴിൽ മേഖലയെക്കുറിച്ചുണ്ടാവും. പക്ഷേ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന അല്ലെ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ജോലിയിലേക്ക് ആയിരിക്കില്ല നമ്മൾ പോകേണ്ടി വരുന്നത്. ഇതും ഒരു സമ്മർദ്ദമല്ലേ? തീർച്ചയായിട്ടും. ഇപ്പോൾ നമുക്ക് കിട്ടിയ ഒരു കേസിൽ വിദേശത്തേക്ക് ജോലിക്ക് പോകേണ്ടി വന്ന ഒരാളുടെ അവസ്ഥയാണ്. അപ്പോൾ അദ്ദേഹം പഠിച്ചൊരു കാര്യങ്ങളോ അല്ലെങ്കിൽ അദ്ദേഹം സ്കിൽഫുള്ളായി, ഇപ്പം നമുക്ക് ഓരോരുത്തർക്കും ഒരു നിപുണതയുണ്ട്. ഇപ്പം ചിലരെ സംബന്ധിച്ചിടത്തോളം ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പിൽ അവർ ഗുഡായിരിക്കും. അപ്പം അങ്ങനെയുള്ള ഒരാൾക്ക് ഒരു റിസപ്ഷനിസ്റ്റായിട്ട് ജോലി കിട്ടുക, അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് ഇടപെടാൻ സാധിക്കുന്ന ഒരു ജോലിയിലേക്ക് വരിക എന്നൊക്കെ പറയുമ്പോൾ അവർക്കത് സന്തോഷമാണ്. അവർക്ക് ആ ജോലിയിൽ നിന്ന് നമ്മൾ പറയുന്ന ഒരു എക്സ്റ്റേണലി ഇൻറ്റേർണലി ഒരു സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഒരു സാറ്റിസ്ഫാക്ഷൻ ലഭിക്കാത്ത രീതിയിലും ഇപ്പം എനിക്കുള്ളൊരു സ്കില്ല് അതിന് ഏറ്റവും വിപരീതമായിട്ടുള്ള ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ജോലി നമുക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു അവസ്ഥയൊന്നും നമ്മൾ ഓർത്ത് നോക്കിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഒത്തിരി പേര് കഷ്ടപ്പെടുന്നുണ്ട്. എങ്ങനെയാണ് അതിൽ നിന്ന് എന്തായാലും ചെയ്തേ പറ്റൂ. അപ്പൊ അതിനുള്ളൊരു അവിടെയാണ് നമുക്കൊരു സപ്പോർട്ടിംഗ് സിസ്റ്റം ആവശ്യമായിട്ടുള്ളത്. ഇപ്പം നമുക്കറിയാം, ജോലിയിൽ നമ്മൾ പ്രവേശിക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴും പല ജോലി സ്ഥലങ്ങളിലും ഒരു ഹൈറാർക്കിക്കൽ പൊസിഷൻ വാല്യൂ ഉണ്ട്. അപ്പോൾ ഈ ഹൈറാർക്കിക്കൽ ആയിട്ടുള്ളവരിൽ ഏറ്റവും കൂടുതൽ നമുക്കറിയാം അതിൻ്റെ തലപ്പത്ത് നിൽക്കുന്നത് ഒരു സ്കിൽഫുൾ ആയിട്ടുള്ളൊരു ആളായിരിക്കും. അയാളുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി അല്ലെങ്കിൽ അയാൾ അതിനെ എങ്ങനെ കൊണ്ടുപോകുന്നു എന്നുള്ളതും അതിൽ അണ്ടറായിട്ടുള്ളവർ ജോലി ചെയ്യുന്നതും ആയിട്ടുള്ള ഒരു കണക്ഷനുണ്ട്.
അതായത് നമ്മൾ പറയണ നമ്മുടെ നമ്മുടെ അണ്ടറിൽ ജോലി ചെയ്യുന്നവർ, അതായത് ഒരു സബായിട്ട് നിൽക്കുന്നവർക്ക് അവരെ മനസ്സിലാക്കാൻ തക്ക വിധമുള്ള ഒരു ഹൈറാർക്കിക്കൽ ഒരു ഹെഡ് ഇല്ല എന്നുണ്ടെങ്കിൽ എത്രമാത്രം ജോലിയിൽ ഒരു ഈസിനെസ് ഉണ്ടെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു ഈസി ആയിട്ട് പോവില്ല. അങ്ങനെ പറയുമ്പോൾ ഈ മേധാവികൾക്ക് അല്ലെങ്കിൽ ലീഡർ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു എങ്ങനെയായിരിക്കണം അവർ മറ്റുള്ള നമ്മുടെ കീഴ് ജീവനക്കാരോട് പെരുമാറേണ്ടത്, എങ്ങനെയായിരിക്കണം നമ്മൾ അതിൻ്റെ അകത്ത് പറയും എപ്പോഴും ഒരു പോസിറ്റീവ് ലീഡർഷിപ്പ് സ്റ്റൈലായിരിക്കണം എപ്പോഴും ഒരു ജോലി സ്ഥാപനത്തിൽ ഉണ്ടാകേണ്ടതെന്ന്. ഇപ്പം തീർച്ചയായിട്ടും പദവികൾ കിട്ടി കയറി പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, ചിലരെ സംബന്ധിച്ചിടത്തോളം അത് താഴെയുള്ള ഒരു ജോലി ചെയ്തു അതിനുശേഷം പ്രൊമോഷനായി കയറി പോകുന്നവരുണ്ടാകാം, അല്ലെങ്കിൽ ചില പൊസിഷനിലേക്കുള്ള ഒരു നേരിട്ടുള്ള നിയമനമായിരിക്കും. അപ്പം നേരിട്ടുള്ള നിയമനമാകുമ്പോൾ പലപ്പോഴും പലർക്കും അതിൻ്റെ താഴേക്കിടയിലുള്ള അധീനരായിട്ടുള്ളവരുടെ ജോബ് സ്ട്രെസ്സിനെ കുറിച്ച് അവരുടെ അറ്റ്മോസ്ഫിയറിനെ കുറിച്ച് അറിയണമെന്നില്ല. അപ്പോൾ ഇവിടെയൊക്കെയാണ് കൂടുതലും ഈ ഒരു നമ്മുടെ തൊഴിലിടങ്ങളിൽ ഉണ്ടാകേണ്ട ഒരു സമ്പർക്കം. അല്ലെ, ഇപ്പം നമ്മൾ പറഞ്ഞ ഒരു ടീ ബ്രേക്ക് പോലെയൊക്കെയുള്ള ഒരു ബ്രേക്കിൽ, ഇപ്പം ഞാൻ ഇതിനു മുൻപ് ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു ഹോസ്പിറ്റലിൽ ഒരു മെഡിക്കൽ ടീമിൻ്റെ ഒരു കോഫി ബ്രേക്ക് ടൈമുണ്ട്. അപ്പോൾ ഒരു കോഫി ടൈം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. അവിടെ മേധാവി ഒന്നുമില്ല, അവിടെ വരുന്നു, അവർ വളരെ കാഷ്വലായിട്ട് സംസാരിക്കുന്നു, നമുക്കും വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഒരാളോട് സംസാരിക്കാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഇടപെടുന്ന ഒരു ഫ്രീ സോൺ സെറ്റപ്പ് എന്ന് നമ്മൾ പറയും. യാത്രകളുണ്ടാകാം. അപ്പോൾ അതായത് ഒരു മനുഷ്യനെ മനുഷ്യനായിട്ട് കണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ ഞാൻ അധികാരിയാണോ അധീനനാണോ എന്നൊന്നും ഉള്ള ആ ഒരു ഭാവഭേദമില്ലാതെയും അങ്ങനെയുള്ളൊരു ഡിസ്ക്രിപ്പൻസിയും ഡിഫറൻസസും ഇല്ലാതെയൊക്കെ നമുക്ക് ജോലി ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ മാത്രമേ ഇവൺ കുറച്ച് സ്ട്രെസ് ഉണ്ടെങ്കിൽ പോലും നമുക്കതിനെ ഓവർകം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. പിന്നെ നമ്മൾ ഓർക്കേണ്ട കാര്യം, തൊഴിലിടങ്ങളിലെ ഒരു സ്ട്രെസ് എന്ന് നമ്മൾ പറയുമ്പോൾ അല്ലെങ്കിൽ ജീവിത സമ്മർദ്ദം എന്ന് പറയുമ്പോൾ മനുഷ്യർ തമ്മിലുള്ള സമ്മർദ്ദം മാത്രമല്ല, ആ തൊഴിൽ അറ്റ്മോസ്ഫിയർ നമുക്ക് ഒത്തിരിയേറെ നമ്മളെ അത് ബാധിക്കുന്നതാണ്. ഇപ്പോൾ നല്ലൊരു രീതിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു, പക്ഷെ ആ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ജോലി ചെയ്യുന്ന ആ ഒരു ഇപ്പോൾ കമ്പ്യൂട്ടറുമായിട്ടിരുന്ന് ജോലി ചെയ്യുന്ന ഒരാളായിരിക്കാം, അല്ലെങ്കിൽ മറ്റു സംവിധാനങ്ങൾ അതിൻ്റെ അകത്ത് ഉപയോഗപ്പെടുത്തുന്നുണ്ടാകും. അപ്പം ഈ എക്സ്റ്റേണൽ ആയിട്ടുള്ള മെഷീൻസിന് ഉണ്ടാകുന്ന കേടുപാടുകൾ മറ്റു പ്രശ്നങ്ങളെല്ലാം ജോബ് സ്ട്രെസ്സിലേക്ക് നമ്മളെ നയിക്കുന്നുണ്ട്. അപ്പം ഇത് തുടരെ ഉണ്ടായിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരാളുടെ ഒരു റിസൾട്ടിനെ അത് ബാധിക്കുന്നുണ്ട്, സാറ്റിസ്ഫാക്ഷനെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റിസൾട്ടിനെയും സാറ്റിസ്ഫാക്ഷനെയും ബാധിക്കുമ്പോൾ അത് ജോബ് സ്ട്രെസ്സായിട്ട് തീരാറുണ്ട്. ഗുഡ്നസ് ടിവിയുടെ വളർച്ചയിൽ കൈകോർത്ത എല്ലാ നല്ലവരായ പ്രേക്ഷകരെയും നന്ദിയോടെ സ്മരിച്ച് ഞങ്ങളുടെ ഏറ്റവും പുതിയ ഉദ്യമം ഏറെ അഭിമാനത്തോടെ നിങ്ങൾക്ക് മുൻപിൽ സമർപ്പിക്കുന്നു. ഗുഡ്നസ് ടിവി ഇൻ OTT പ്ലാറ്റ്ഫോം. ഇനി മുതൽ OTT പ്ലാറ്റ്ഫോമായ ആൻഡ്രോയിഡ് HTBയിൽ ഗുഡ്നസ് ടെലിവിഷൻ ലഭ്യമാകുന്നു. Goodness. Stay with God. നമുക്കൊരു പൈസയേക്കാൾ ഉപരി നല്ല വാക്കുകൾ, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് ഒരു ഫലം എന്ന് പറയുന്നത് നല്ല വാക്കുകളാണെന്ന് തോന്നിയിട്ടുണ്ട്. നമ്മൾ തീർച്ചയായിട്ടും അതിനെ നമ്മൾ റിവാർഡ് സിസ്റ്റം, റീഇൻഫോഴ്സ്മെന്റ് സിസ്റ്റം എന്നൊക്കെ പറയും. ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു ജോലി കണ്ടിട്ട് അത് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ, ഇപ്പോൾ നമ്മൾ പറയും ചുമ്മാതെ നമ്മുടെ കുട്ടികളൊക്കെ പറയുന്ന പോലെ ഇങ്ങനെ പുക പറയരുതെന്ന് പറയും. അതായത് ചുമ്മാതെ നന്നായിരുന്നു എന്ന് പറയാതെ അതിന് ഒരു ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ളൊരു കറക്ഷൻ കൊടുത്തുകൊണ്ട്, ഓക്കെ ഈ ഒരു കാര്യം നന്നായിരുന്നു, ഈ ഒരു കാര്യം കുറച്ചുകൂടി മെച്ചപ്പെടുത്താനുണ്ട്, മറ്റൊരു കാര്യം നമുക്ക് പൂർണ്ണമായിട്ട് എലിമിനേറ്റ് ചെയ്യണം. ഇങ്ങനെ നമ്മൾ പറയുന്ന ആ ഒരു വർത്ത്ഫുള്ളായിട്ട് കിട്ടുന്ന ഒരു ഫീഡ്ബാക്കുകൾ നമ്മുടെ ജോലിയിൽ കുറച്ചുകൂടി സാറ്റിസ്ഫൈഡ് ആയിട്ട് നമുക്ക് പോകാനായിട്ട് സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ജോലി സമ്മർദ്ദങ്ങൾ നമ്മുടെ ശാരീരികവും മാനസികവുമായിട്ട് നമ്മളെ എങ്ങനെയൊക്കെയാണ് ബാധിക്കുന്നത്? തീർച്ചയായിട്ടും നമുക്കറിയാം, ഈ ജോബ് ബേൺ ഔട്ട് എന്ന് പറയുന്നത് ഇപ്പോൾ ജോബിൻ്റെ മാത്രമല്ല പഠന മേഖലകളിലും ഒക്കെ ഉണ്ടാകും ഒരു ബേൺ ഔട്ട് ഉണ്ടാകാനായിട്ട്. അത് നമ്മൾ പറയത്തില്ല, ഇങ്ങനെ ഓടി അവസാനം ഇനി ഓടാനായിട്ടൊരു ശക്തി ഇല്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു സിറ്റുവേഷനൊക്കെ നമുക്ക് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പം കൂടുതലായിട്ട് അതിനെ നമ്മൾ ഫിസിയോളജിക്കൽ കണ്ടീഷൻസ്, സൈക്കോളജിക്കൽ കണ്ടീഷൻസ് ആൻഡ് സോഷ്യൽ കണ്ടീഷൻസ് എന്ന് പറഞ്ഞ് നമ്മൾ അതിനെ തരം തിരിക്കാറുണ്ട്. കാരണം നമ്മുടെ ഇടയിലൊക്കെ വരുമ്പോഴത്തേക്കും ഒരു ജോബ് സ്ട്രെസ് എന്ന് പറഞ്ഞ് തന്നെ വരില്ല, അപ്പം മറ്റു പല പ്രശ്നങ്ങളുമായിട്ടാണ് വരുന്നത്. ഇപ്പം തീർച്ചയായിട്ടും ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ഫിസിഷ്യനായിട്ട് സംസാരിക്കുമ്പോഴത്തേക്കും സാറ് പറയാറുള്ള കാര്യമുണ്ട്,
പലപ്പോഴും ഈ ജോബ് സ്ട്രെസ്സാണ് ഒരു മുതിർന്നവരിൽ, പ്രത്യേകിച്ച് അഡൾട്ട് കേസസിൽ അമിതമായിട്ടുള്ള ക്രോണിക് പെയിൻ കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത്. അപ്പോൾ അവിടെ വേദന എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വേദനയും ജോബ് സ്ട്രെസ്സുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതല്ല, അതിനേക്കാൾ ഉപരിയായിട്ട് ഒരു മടുപ്പ് അനുഭവപ്പെടുമ്പോൾ ഫിസിയോളജിക്കലി, അതായത് ശാരീരികമായിട്ടുള്ള വേദനകൾ കൂടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇപ്പം നമ്മൾ പറയും, ഇപ്പോൾ സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള പെയിൻസ് ഉണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഈ ഷോൾഡർ പെയിൻ, നെക്ക് പെയിൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ പിന്നെ ഒരു ഫറ്റീഗ്നെസ്, അതായത് ഒന്നിനോടൊരു താല്പര്യമില്ല, പെട്ടെന്ന് മടുത്തു പോകുന്നു. ചിലരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഓഫീസിൽ ചെന്നു ആദ്യത്തെ ഫയൽ എടുക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഒരു ആദ്യത്തെ പേഷ്യൻറ്റിനെ കാണുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ആദ്യത്തെ ഒരു ഘടു കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് തന്നെ മടുത്തു, എങ്ങനെയെങ്കിലും ഒന്ന് വൈകുന്നേരം ആയാൽ മതി, പോയാൽ മതി എന്നൊക്കെയാണ്. ഇപ്പം ചിലപ്പോൾ നമുക്കറിയാം ഹൈ ഇൻസെൻറ്റീവ് ആയിരിക്കും, അതായത് ഹൈ റിവാർഡ് സിസ്റ്റം ഉണ്ടാകും, ഫിനാൻഷ്യലി അവർക്ക് കേപ്പബിൾ ആണ് അവർ, പക്ഷേ അവിടെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകണമെന്നില്ല. ഇപ്പം നമുക്കുള്ളൊരു സ്കില്ലിനേക്കാളും അമിതമായിട്ടാണ് ഒരു ജോലി ഭാരം വരുന്നതെങ്കിൽ, നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റി വരുന്നതെങ്കിൽ, അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ചിലരൊക്കെ പറയാറില്ലേ, ഈ തുമ്പിയെ കൊണ്ട് കല്ലിടിപ്പിക്കുന്നു എന്ന് പറയുന്നത്. അതായത് നമുക്കൊരു കപ്പാസിറ്റി ഉണ്ട്, അതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അത് ജോലിയുടെ റെസ്പോൺസിബിലിറ്റി ആകാം, ജോലി സമയമാകാം, ഇതെല്ലാം അതിനെ സാരമായിട്ട് ബാധിക്കുന്നുണ്ട്. ഇത് പറഞ്ഞപ്പോഴാണ് ഈ ചെറുപ്പക്കാർക്കിടയിൽ, പ്രത്യേകിച്ച് IT മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്ന ചെറുപ്പക്കാർക്കിടയിൽ ആത്മഹത്യ കൂടി വരുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? അവർ കൂടുതലും നമുക്കത് സ്റ്റഡീസ് കാണിക്കുന്നത് അഡ്ജസ്റ്റ്മെന്റ് പ്രോബ്ലവുമായിട്ട് ബന്ധപ്പെട്ടാണ്. കാരണം ഇപ്പം നമ്മുടെ ഒരു യങ് അഡൾട്ടിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒത്തിരി ബാധ്യതകളില്ല. ബാധ്യതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയണ ഓക്കെ, കുടുംബത്തെ പോറ്റാനുള്ളൊരു ബാധ്യത, അല്ലെങ്കിൽ മാതാപിതാക്കളെ നോക്കാനുള്ള, സഹോദരങ്ങളെ നോക്കാനുള്ള ബാധ്യതകൾ താരതമ്യേന, ബാധ്യതകളില്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പഴയ കാലത്തിലെ ജീവിതാനുഭവങ്ങളുമായിട്ട് നോക്കുമ്പോൾ ഇല്ല, അവർക്ക് കുറച്ചുകൂടി അവർ ഫ്രീ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് എല്ലാ കാര്യങ്ങളിലേക്കും അവർ ചെല്ലുമ്പോൾ അവർക്കൊരു ഫോസ്റ്റർ കമ്മ്യൂണിറ്റി സിസ്റ്റം ആണ് ഉണ്ടായിരുന്നത്. അതായത് എല്ലായിടത്തും പരിപോഷിപ്പിക്കപ്പെടുന്ന, പരിപാലിക്കപ്പെടുന്ന ഒരു സിസ്റ്റത്തിലാണ് ഇവർ വളർന്നു വന്നിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പം നെക്സ്റ്റ് ജനറേഷൻ വരുമ്പോൾ ഇതിനേക്കാളും കൂടുമെന്നുള്ളതാണ് തോന്നുന്നത്. അപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു പ്രത്യേക സാഹചര്യത്തോട് നമ്മളെ തന്നെ ഒന്ന് അഡാപ്റ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ടത് എന്ന സ്കില്ല് ഇന്ന് താരതമ്യേന കുറവാണ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരാളുടെ കീഴിൽ നിന്ന് ജോലി ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു കറക്ഷൻ കിട്ടുമ്പോൾ എല്ലാം ഇവർക്കൊരു ബുദ്ധിമുട്ടാണ്. പിന്നെ ഒരു ടൈം മാനേജ്മെന്റിലൊക്കെ നമ്മുടെ യങ് തലമുറയ്ക്ക് ഇപ്പോൾ ഒത്തിരിയേറെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. പിന്നെ കുറച്ചുകൂടി ടെക്കി യുഗമാണിത്. അപ്പോൾ ഒരു ടെക്നിക്കലായിട്ട് കാര്യങ്ങൾ എങ്ങനെ സ്പീഡപ്പ് ചെയ്ത് കൊണ്ടുപോകണം എന്ന് ചിന്തിക്കുന്ന ഒരു ലോകത്ത് ക്ഷമയോടുകൂടി ഇരുന്ന് ചെയ്യേണ്ട ജോലികൾ കൊടുക്കുമ്പോൾ അത് ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അപ്രീസിയേഷൻ, കാര്യങ്ങളിലെ കുറവുകൾ നമ്മുടെ യുവതലമുറയ്ക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ലഹരി വസ്തുക്കളുടെ ഉപയോഗവും ആത്മഹത്യ പ്രവണതയും. അതായത് ജോബ് സ്ട്രെസ് കൂടുമ്പോൾ ലഹരി പോലെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാനായിട്ട് അവർ ശ്രമിക്കുന്നു. ഈ ലഹരി നമുക്കൊരു കോൺഷ്യസ് മൈൻഡ്, അല്ലെങ്കിൽ നമ്മൾ പറയുന്നൊരു ട്രാങ്കുലിറ്റി തരുന്നില്ല. അപ്പോൾ അത് കുറച്ച് സമയത്തേക്കൊരു സന്തോഷം തരുന്നു, ഒരു നമ്മളെ ഒന്ന് റിലാക്സ്ഡ് ആക്കുന്നു. പിന്നീട് അതിനേക്കാൾ കൂടുതലാണ് നമ്മുടെ ഉത്കണ്ഠ. അപ്പോൾ കുറച്ചുകൂടി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ പ്രോബ്ലം സോൾവിങ് കപ്പാസിറ്റി എന്ന് പറയുന്ന ബ്രെയിനിന്റെ കപ്പാസിറ്റി തന്നെ അവിടെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ഇത് പറഞ്ഞപ്പോഴാണ്, അതായത് നല്ല വിദ്യാഭ്യാസമുള്ള ആളുകളും നല്ല ജോലി മേഖലകളിൽ ഇരിക്കുന്ന ആളുകളുമാണ് കൂടുതലും ഇന്നത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള ലഹരിയിലേക്ക് പോകുന്നത്. അതായത് ഒരു സ്ട്രെസ് മാനേജ്മെന്റ് സിസ്റ്റത്തിൽ നമ്മുടെ ചെറുപ്പക്കാർക്ക് യങ് അഡൾട്ട്സിനൊരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്. അപ്പം അവരുദ്ദേശിക്കുന്നൊരു സപ്പോർട്ടിങ് സിസ്റ്റം അവർക്ക് അത് റിലേ ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പം നമ്മൾ ഇതിനു മുൻപുള്ള എപ്പിസോഡുകളിൽ നമ്മൾ പറഞ്ഞു, നല്ല ബന്ധങ്ങൾ നമ്മളെ വളർത്തുന്നു. അതായത് ഇപ്പോൾ ഒരു സ്ട്രെസ് കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു രീതിയിൽ ജീവിതത്തിൻ്റെ പ്രതികൂലമായിട്ടുള്ള ഒരു പ്രതിസന്ധിയിലാണ് എങ്കിൽ എനിക്കതിനെ ഒന്ന് തുറന്നു പറയാനോ, എനിക്ക് അതിന് സാരമില്ല പോട്ടെ ഞാൻ കൂടെ ഉണ്ടെന്നൊക്കെ പറയാനുള്ള ആ ഒരു സ്പേസ് ഇപ്പോൾ കുറയുന്നുണ്ട്. അപ്പോൾ ആ നല്ല ബന്ധങ്ങൾ കുറയുന്നുണ്ട്. ഇത് ജോബ് സ്ട്രെസ്സിലേക്ക് പോകുന്നുണ്ട്. പിന്നെ ജോലിയിടങ്ങളിൽ ഉണ്ടാകുന്ന നമ്മൾ പറഞ്ഞ ഒരു ടെഗ് ഓഫ് വാർ, ഒരു വടംവലി വരുന്നുണ്ട്.
അപ്പോൾ ഇതൊക്കെ കാരണം ഹൈലി കോമ്പറ്റീറ്റീവാണ് ഇപ്പോൾ വേൾഡ്. ഒരു മത്സരത്തിൻ്റെ ലോകത്ത് നമ്മൾ ജീവിച്ചു പോകുമ്പോൾ ഏതെങ്കിലും ഒരു കാരണവശാൽ ആ മത്സരത്തിൽ തോറ്റുപോകും എന്ന് ഉള്ളൊരു ചിന്തയോ തോൽവി എന്ന് പറയുന്നത് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു കാലഘട്ടമാണ് പറ്റുന്നില്ല. അപ്പോൾ ഈ തോൽവിയെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു സമൂഹം പര്യാപ്തമായെങ്കിൽ മാത്രമേ ഈ ജോബിന്റെ സാറ്റിസ്ഫാക്ഷനിലേക്ക് അല്ലെങ്കിൽ ഒരു ജോലിയുടെ ഒരു സംതൃപ്തിയിലേക്ക് നമുക്ക് കടന്നു വരാനായിട്ട് സാധിക്കും. എങ്ങനെയാണ് സിസ്റ്റർ ഒരു നമ്മുടെ ജോലിയെ നമുക്ക് വളരെയധികം രസകരമാക്കാൻ സാധിക്കുക? നമ്മുടെ ജോലി മേഖലയെ അല്ലെങ്കിൽ ജോലി ഇടങ്ങളെ എങ്ങനെയാണ് നമുക്ക് വളരെ ഊഷ്മളമായിട്ടുള്ള ഒരു രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കും? നമ്മൾ അതിൽ പറയും ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി സ്കെഡ്യൂളിംഗ് നമുക്കുണ്ടാവണം. അതായത് ഇപ്പൊ ജോലിക്ക് വേണ്ടി മരിക്കുന്നു, ജോലി ചെയ്തു മരിക്കുന്നു, പക്ഷെ ജീവിക്കാൻ നേരമില്ല. ആ ഒരു സിസ്റ്റത്തിലേക്കൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്കൊരു നമ്മൾ പറയണ ഒരു ഇന്റർമിറ്റൻ്റ് ആയിട്ടുള്ള ബ്രേക്ക് ടൈം അതൊക്കെ നമുക്കുണ്ടാവണം. പിന്നെ നമ്മുടെ ശരീരത്തെ, നമ്മുടെ ആരോഗ്യത്തെ നമ്മൾ നോക്കണം. ഓക്കെ, നമ്മളിപ്പോൾ എടുക്കുന്ന ഒരു സമയം നമ്മുടെ ശരീരത്തിന്, നമ്മുടെ ആരോഗ്യ പരിപാലനത്തിന് പര്യാപ്തമാണോ? പലപ്പോഴും നമ്മൾ കണ്ടുവരുന്നത് ഉറക്കമൊഴിച്ചിരുന്ന ദീർഘസമയം ജോലി ചെയ്യുന്നവരിലൊക്കെ സ്ട്രെസ്, ആങ്സൈറ്റി, ഡിപ്രഷൻ കാര്യങ്ങൾ കൂടുതലാണെന്നാണ് സ്റ്റഡീസ് പറയുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും ഓർക്കണം, ഒരാളുടെ ഡിമാൻഡ് ജോലി ചെയ്യണം അല്ലെ ജോലി ചെയ്ത് തീർക്കണം എന്ന് പറയുന്ന ഡിമാൻഡും അയാളുടെ ആ ഒരു റിസോഴ്സും അല്ലെ കപ്പാസിറ്റിയും തമ്മിൽ ഒരു ബന്ധമുണ്ടായിരിക്കണം. ഇപ്പം എന്നിൽ നിന്നൊരു ഹൈ ഡിമാൻഡഡ് ആയിട്ടുള്ള ഒരു കാര്യം ആവശ്യപ്പെടുകയും അത്ര സ്കിൽഫുൾ അല്ല ഞാനെങ്കിൽ ഇത് തമ്മിൽ വലിയ ഒരു കാര്യമുണ്ടാവും. അപ്പം നമ്മൾ മനസ്സിലാക്കുക, നമുക്ക് ഏത് ഫീൽഡിലാണ് കുറച്ചുകൂടി സന്തോഷത്തോടെ ജോലി ചെയ്യാനായിട്ട് സാധിക്കുന്നത്, അത് എത്ര സമയം നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ നമ്മളൊന്ന് ക്രോഡീകരിക്കാനായിട്ട് നോക്കുക. അതോടൊപ്പം തന്നെ കഴിയുന്നിടത്തോളം നമ്മൾ പറയുന്നത് പോലെ കൂടെയുള്ളവരുമായിട്ട് ഒരു നല്ല ഒരു അപ്രോച്ച്, നല്ലൊരു ബന്ധം ഉണ്ടാക്കി കൊണ്ടുപോകാനായിട്ട് സാധിക്കുക. പിന്നെ ഇതോടൊപ്പം തന്നെ നമുക്ക് വേണ്ട ഒരു കാര്യമാണ് ഒരു ഗ്രാറ്റിറ്റ്യൂഡൽ ആറ്റിറ്റ്യൂഡ്. അതായത് എല്ലാത്തിനോടും ഒരു നന്ദി നിറഞ്ഞൊരു കാര്യമുണ്ടാവുക. ഇപ്പോൾ ഞാനൊരു പ്രാവശ്യം ഒരു കുട്ടിയോട്, ഒരു IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, സംസാരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പറയുകയാണ് ചെയ്തത്, സിസ്റ്റർ എനിക്കത് ഒത്തിരി സ്ട്രെസ്സ് വരും. ഇങ്ങനെ സ്ട്രെസ്സൊക്കെ വരുമ്പോഴത്തേക്കും ഞാൻ ഇപ്പോൾ കമ്പ്യൂട്ടറിലാണ് ജോലി ചെയ്യുന്നതെങ്കിൽ ഞാൻ കമ്പ്യൂട്ടറിനോട് താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട്, അയ്യോ നിനക്ക് ഇത്ര എന്നെ സഹായിക്കാൻ പറ്റിയല്ലോ. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ഒക്കെ വരുമ്പോഴത്തേക്കും എനിക്ക് അതിനോട് ഭയങ്കര ഒരു അറ്റാച്ച്മെൻറ്റ് തോന്നും. അപ്പോൾ എനിക്ക് ഈ മടുപ്പ് എന്നതിനേക്കാൾ കൂടുതലായിട്ട് ഓക്കെ അതെന്നെ സഹായിക്കുന്നുണ്ടല്ലോ. അതായത് ഞാൻ ജോലി ചെയ്യുമ്പോൾ എൻ്റെ ജോലിയിടങ്ങൾ എന്നെ സഹായിക്കുന്ന കാര്യങ്ങൾ കണ്ടെത്തുന്നു. നമുക്ക് സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഇപ്പോൾ ഓർക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഈ ചർച്ചയ്ക്ക് ഇരിക്കുമ്പോൾ എത്രമാത്രം ജോലിയിൽ മടുപ്പ് തോന്നി അല്ലെങ്കിൽ സ്ട്രെസ് ഉണ്ട് എങ്കിൽ പോലും ഈ ഒരു ചർച്ചയെ അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തെ പ്രേക്ഷകരുടെ മുൻപിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു അൾട്ടിമേറ്റ് ലെവലിൽ, ഒരു മാക്സിമം ലെവലിൽ ഒരു ആത്മാർത്ഥത ഇട്ടുകൊണ്ട് അതിന് ജോലി ചെയ്യുന്നവരുണ്ടെങ്കിൽ മാത്രമേ നമുക്കിതിനെ നല്ലൊരു രീതിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിൻ്റെ വിജയം എന്ന് പറയുന്നതിനെ കാണുകയും ആസ്വദിക്കുകയും ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജോലി സമ്മർദ്ദത്തെ അതൊന്ന് ഒരു കോപ്പിംഗ് മെക്കാനിസമായിട്ട് ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ നമുക്കറിയാം, നമ്മൾക്ക് ഈ ഒരു ജീവിതത്തിൽ ജോലിയില്ലാതെയും തൊഴിലില്ലാതെയും മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല. ഇനി എല്ലാ ജോലികൾക്കും നമ്മൾ അർഹിക്കുന്നതും അല്ലെങ്കിൽ അത് അർഹിക്കുന്നതുമായിട്ടുള്ളൊരു ഇൻസെൻറ്റീവ്, ശമ്പളം അല്ലെങ്കിൽ അതിനുള്ളൊരു പ്രതിഫലം കിട്ടണമെന്നില്ല. എങ്കിൽ പോലും നമുക്കിത് ചെയ്യാനുള്ളൊരു ഫിസിക്കലായിട്ടുള്ള കണ്ടീഷൻ വർക്ക് ചെയ്യുന്നു, അതൊരു പോസിറ്റിവിറ്റിയാണ്. നമുക്കത് ചെയ്യാനായിട്ടുള്ളൊരു മാനസികമായിട്ടുള്ളൊരു അവസ്ഥയുണ്ടാകുന്നു, അതൊരു പോസിറ്റിവിറ്റിയാണ്. അപ്പോൾ അതിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുമ്പോൾ ഒരു പരിധിവരെയൊക്കെ നമുക്ക് സന്തോഷമായിട്ട് ഇരിക്കാനായിട്ട് സാധിക്കും. അപ്പം എല്ലാവർക്കും ജോലി സ്ഥലങ്ങളിലും അവർ ചെയ്യുന്ന തൊഴിലിടങ്ങളിലുമെല്ലാം ഒരു സമാധാനവും സന്തോഷവും സംതൃപ്തിയും ഉണ്ടാകുവാൻ വേണ്ടി ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. മനം തുറന്നാൽ എന്ന മാനസികാരോഗ്യ ചർച്ചയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ചർച്ചയിൽ പങ്കെടുത്ത സിസ്റ്റർ ഡോണ തോട്ടത്തിലിന് ഏറെ സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം പുതിയൊരു വിഷയവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ എല്ലാ പ്രേക്ഷകർക്കും നന്ദി.